ഹായ് പറ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട്. എത്ര പേരുണ്ട്? ശുഭപ്രതീക്ഷ 100% വിജയം. നമസ്കാരം. എൻ്റെ 100ഓളം സബ്സ്ക്രൈബേഴ്സ്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. എൻ്റെ 100ഓളം സബ്സ്ക്രൈബേഴ്സ് എന്നോട് ചോദിച്ചു വ്ളോഗില്ലേ. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചൊരു വ്ളോഗ് ആവാന്ന്. അപ്പം ഇന്നോട്ട് തുടങ്ങല്ലേ. ഇന്നത്തെ വ്ളോഗ് വേറെ ഒന്നുമല്ല, ഞങ്ങൾ KCYMൻ്റെ ഒരു മത്സരമുണ്ട്, ഫോട്ടോഗ്രാഫി മത്സരം. അപ്പോൾ ബിനോദ് ചേട്ടന് കണ്ണ് തട്ടാണ്ടിരിക്കാൻ ഞാൻ കൂടെ പോകുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി BMC കോളേജിലേക്ക് പോവാണ് ഗൈസ്. അങ്ങനെ നമ്മൾ BMC കോളേജിലെത്തി. ബിനോദ് ചേട്ടൻ പഠിച്ച കോളേജും കൂടി ആയിരുന്നോണ്ട് ചേട്ടന് ഓർമ്മകളെല്ലാം പുതുക്കുമായിരുന്നു. വല്ലാത്തൊരു ഓർമ്മയായിരുന്നു എൻ്റെ ഗൈസേ. അതാ നോക്കൂ, അങ്ങനെ KCYMൻ്റെ കൊടി ഉയർന്ന് കൈടിച്ചോ. അച്ഛൻ അങ്ങനെ ഇൻസ്ട്രക്ഷൻസും പറഞ്ഞ് മത്സരത്തിൻ്റെ എല്ലാം കേട്ട് ഞങ്ങളങ്ങനെ നിന്ന്. 11 മണിക്ക് മത്സരം തുടങ്ങണോടെ ഞങ്ങൾ ഇച്ചിരി പോസ്റ്റ് ആയിരുന്നേ. അപ്പളാ ബിനോദ് ചേട്ടൻ എന്നോട് ആ ചോദ്യം ചോദിച്ചത്. തകർന്നു പോയി ഗൈസ്. പകച്ചുപോയി എന്റെ സബ്സ്ക്രൈബേഴ്സിനോട്. എത്ര പേരുണ്ട്? ഞങ്ങൾക്ക് 2 പേർക്കും ജസ്റ്റ് നമ്പർ കിട്ടിയതിന്റെ പ്രഹസനമാണ് നിങ്ങൾ ഈ കാണുന്നത്. ചേട്ടൻ എന്നിട്ട് ഫോട്ടോ എടുക്കാൻ എനിക്ക് ചേട്ടൻ്റെ ഐഫോണൊക്കെ തന്നു. ഇവിടെ ഫോട്ടോഗ്രാഫി മത്സരമൊക്കെ കഴിഞ്ഞു. ബിനോദ് ചേട്ടൻ എടുത്ത ഫോട്ടോയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കണം. പക്ഷെ ഞാൻ കാണിച്ചു തരൂല കേട്ടാ. കാണിച്ചു കൊടുക്കും ബിനോദ് ചേട്ടാ. കണ്ടി എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ശുഭപ്രതീക്ഷ 100% വിജയം. ബിനോദ് ചേട്ടനാണ് നമ്മുടെ ആസ്ഥാന ഫോട്ടോഗ്രാഫർ ഗൈസ്. ബിരിയാണി അല്ലേ? അങ്ങനെ ബിരിയാണിയും കഴിച്ച് അപ്പുച്ചേട്ടനെയും കണ്ട് ഞങ്ങൾ വീട്ടിൽ വന്നു. പരിപാടി എല്ലാം കഴിഞ്ഞ്. അപ്പം എല്ലാവർക്കും നന്ദിയുണ്ടേ.